ഒരു ഫ്ലോപ്പായ കുക്കിംഗ് കഥ കേട്ടാലോ? ഞാൻ തന്നെയാണ് കേട്ടോ നായിക. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ കോഴിക്കോടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് കേട്ടോ. അപ്പം ഇതാ കൂന്തലെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. സാധാരണ ഞാൻ കണ്ട വീഡിയോസിലെല്ലാം അവർ ഓയിലാണ് യൂസ് ചെയ്യാറ്. ബട്ടർ യൂസ് ചെയ്യുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല, യൂസ് ചെയ്യുന്നവരും കാണും. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബട്ടറാണ് ഫ്ലോപ്പാക്കിയെന്ന്. അല്ല, ഇനിയും ഇത് ഏകദേശം ഒരു ഹാഫ് വരെ വളരെ വളരെ ശരിയായിരുന്നു കിട്ടുണ്ണിയേട്ട. അതിന് ശേഷം മൊത്തവും കയ്യിൽ നിന്ന് പോയി, ആ രീതിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നമുക്ക് മസാല നല്ല റോസ്റ്റ് പോലെയാണ് ആവേണ്ടത്. അപ്പം നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ നമ്മുടെ സവാള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കറി മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ട് അടച്ച് ഒരു 5 മിനിറ്റും വേണ്ട, കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ കൂന്തലിൽ തലയും ചിറകും ഉണ്ടല്ലോ, ക്ലീൻ ചെയ്ത് മാറ്റിയ അതിട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. എന്നാലും ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു സ്പൂൺ അത്രയും മതി, ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ തുറന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല റോസ്റ്റ്, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ മസാല തണുക്കാനായിട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് ഞാൻ വളരെ അഹങ്കാരത്തോടെ തന്നെയാണ് കൂന്തൽ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയ കൂന്തലായതുകൊണ്ട് അതിനകത്തോട്ട് നിറയ്ക്കാനായിട്ട് എടുത്ത സ്പൂൺ വളരെ വലുതായതുകൊണ്ടും അതിനകത്തോട്ട് കയറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൈ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കൈ കൊണ്ട് കൂന്തലെല്ലാം നിറയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൂന്തൽ നിറച്ച് ഏകദേശം ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്,